വെറും 6000 കിലോമീറ്റർ ഓടിച്ച പെട്രോൾ 2023 മാർച്ചിലാണ് ഡെലിവറി എടുത്തത്. 6ാമത്തെ മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 6000 കിലോമീറ്റർ മാഗ്നയാണ് വേരിയന്റ് വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓൺ ദ ഷോറൂം വില 9,55,000 രൂപ. ഓൺ ദ റോഡ് പ്രൈസ് 9,50,000. വെറും 6000 കിലോമീറ്റർ ഓടിച്ച 2023 i20 ഇറങ്ങിയത് 1 ഇയർ ആയിട്ടുള്ളൂ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഫ്രഞ്ച് കമ്പനീന്റെ ഇൻട്രൊഡ്യൂസിംഗ് ആണ് വരുന്നത്. ഈ 2022 മോഡല് ഫീല് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓൾമോസ്റ്റ് നമ്മൾ സ്വിഫ്റ്റ് VX ഒക്കെ എടുക്കുന്ന സെയിം ഫീച്ചേഴ്സ് ഉണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾ, AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എയർ ബാഗ് കാര്യങ്ങൾ. ഇത് ഓൺ ഷോറൂം വില പുതിയത് 8,75,000 രൂപ. 8,75,000 രൂപ. ഇത് 2021 മോഡൽ. 2022 ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ സിംഗിൾ RC ആണ്. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ ഒരു മാസം ശേഷം നമ്മൾ വീണ്ടും നമ്മളെ കാർ&ബൈക്ക് കാർസോണിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഒക്ടോബർ മാസം 12, 13, 14, 15 4 ദിവസത്തെ സ്പെഷ്യൽ ഓഫർ വരുന്നുണ്ട്. അത് കൂടാതെ ഇവിടുന്ന് ഒരു കാർ എടുക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ചേഞ്ച് ഒരു കാർ വരികയാണെങ്കിൽ 20,000 രൂപ ബോണസ് വരുന്നുണ്ട്. 2 ഇയർ വാറന്റി വരുന്നുണ്ട്. ഏത് കാർ എടുക്കുകയാണെങ്കിലും 2 ഫ്രീ സർവീസ് വരുന്നുണ്ട്. 1 വർഷത്തെ റോഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഒരു പുതിയ കാർ എടുക്കാൻ പോകുന്ന ആളാണെങ്കിൽ അതേ ഓഫറും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു യൂസ്ഡ് കാർ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓഫറിലേക്ക് നമ്മൾ പോവല്ലേ. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാണ് നല്ലത്. നമ്മളെ വൈശാഖ് ബ്രോ പറയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞാട്ടെ. കാരണം നിങ്ങളൊരു കാർ എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് 1,00,000 രൂപ പറയുന്നുണ്ടെങ്കിൽ, 1,00,000 രൂപ അല്ലട്ടെ ഈ വണ്ടിക്ക് വില, 1,00,000 രൂപ പറയുന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് 1,30 പറയുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പോയി നോക്കേണ്ടത് ആ 1,30 വണ്ടിയാണ് പോയി നോക്കേണ്ടത്. ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇത് എന്തിനാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും നമ്മളെ കൂടെയുള്ള ആൾക്കാർ നിങ്ങൾ പെടണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. പിന്നെ എൻ്റെ വാക്ക് കേട്ടിട്ട് ഒറ്റയടിക്ക് നിങ്ങൾ ചാടി വീഴരുത്. എവിടുന്ന് ഇപ്പോൾ കാർ&ബൈക്ക് ഏത് ഷോറൂമിലാണെങ്കിലും എവിടുന്ന് പോയി എടുക്കുകയാണെങ്കിലും നിങ്ങൾ പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി. ഇത് നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോഴിക്കോട് വെസ്റ്റിയിൽ നമ്മളെ ഡബ്ല്യൂൻ്റെ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ്, അതുപോലെ തന്നെ സ്കോഡൻ്റെ ഷോറൂമിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. അത് കൂടാതെ നമ്മളെ പാസ്പോർട്ട് ഓഫീസ് കഴിഞ്ഞ് ഒരു 100 മീറ്റർ നടന്നാൽ മതി നമ്മളെ കാർ&ബൈക്കിൻ്റെ CARZONE ഷോറൂം കാണാം. അടിപൊളി ഓഫറാണ് വരുന്നത്. ഈ പ്രാവശ്യം ഇൻട്രോ ഫുള്ള് ഞാനാണ് പറയുന്നത്. പൈസാബ്രോക്ക് ഒരു അവസരം കൊടുത്തിട്ടില്ല. തുടങ്ങല്ലേ, പൂരം തുടങ്ങല്ലേ നമുക്ക്. നമുക്ക് ബസ് തന്നെ ഏത് വണ്ടി നമ്മൾ തുടങ്ങുന്നത്? ഹോണ്ട സിറ്റിന്നാണ് തുടങ്ങിയാലോ? സിറ്റിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഞാൻ പിന്നെ ഇങ്ങോട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്, വണ്ടി എവിടുന്ന് എടുക്കും ശ്രദ്ധിച്ചെടുക്കുക. പ്രൈസ് 10, 20 കൂടുതലാണെങ്കിലും നിങ്ങൾ വിഷയമാക്കരുത്. വിശ്വസിച്ച് മാത്രം എടുക്കുക. 20,000 രൂപ കുറവാണെന്ന് വിചാരിച്ചിട്ട് ഇല്ല. നമ്മൾ 20,000 രൂപ കൊടുക്കുമ്പോൾ അതിൻ്റെതായ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. മറ്റേ സ്ഥലത്ത് നിങ്ങൾ 20,000 രൂപ കുറവായിരിക്കും, പക്ഷെ നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കാനുള്ള അതോറിറ്റി ഉണ്ടാവില്ല. ഇവിടെ അതിന്റെ ഓഫീസ് കാര്യങ്ങൾ എല്ലാവരും ഉണ്ട്. എന്ത് പ്രശ്നങ്ങളും നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പിന്നെ ഏതൊരു വണ്ടി എടുത്താലും ഒരു 5,000 രൂപയുടെ മെയിൻ്റനൻസ് നിങ്ങൾ കാണണം. അത് ഇവിടെ നല്ല ഇവിടുന്ന് എടുത്താലും നമ്മൾ എല്ലാവരും പറയുന്നതാണ്. പിന്നെ ഞാൻ അതേപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നത്, ഞാൻ മറ്റുള്ള വ്ളോഗിന്റെ മാതിരി നല്ല ഡെയിലി വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആഴ്ചയിൽ 2 or 3 വീഡിയോസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡെയിലി ചെയ്ത് ഓരോ ഷോറൂമിൻ്റെ കാണിക്കണം, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കാണിച്ചു തരണേ ഞാൻ കാണിച്ചു തരാം. എനിക്ക് വിഷയമുള്ള കാര്യമല്ല. എന്തായാലും തൽക്കാലം ഇവിടുത്തെ വീഡിയോയിലേക്ക് നമുക്ക് തുടങ്ങാം. പക്ഷേ ബ്രോ നമ്മൾ ഹോണ്ട സിറ്റി തന്നെ തുടങ്ങാം. ഓക്കെ ബ്രോ, നമ്മൾ ബസ് കാണിക്കാൻ പോകുന്നത് ഹോണ്ട സിറ്റി ആണോ കാണിക്കാൻ പോകുന്നത്? എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? രാജാവായ വണ്ടിയാണ്. രാജാവ് ഹോണ്ട സിറ്റി പെട്രോൾ എഞ്ചിനാണ് കേട്ടോ. 2014 മോഡൽ SV എന്നാണ് വരുന്നത്. മിഡ് ഓപ്ഷൻ വണ്ടി. 4 പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്, ഡുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ. പുഷ്പട്ട സ്റ്റാർട്ടിംഗ് ഉണ്ടാവില്ല, അലോയ്സ് ഉണ്ടാവില്ല. അങ്ങനത്തെ ചെറിയ മാറ്റങ്ങൾ. സിംഗിൾ ഓണർഷിപ്പിലാണ്. 60,000 കിലോമീറ്റർ ആണ് വണ്ടി വന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ജസ്റ്റ് വന്നിട്ടുള്ളൂ. ആ മിററിന്റെ നമ്മൾ മാറ്റി കൊടുക്കും. ജസ്റ്റ് ഷോറൂമിലേക്ക് ഇൻ ചെയ്ത വണ്ടി അവൈലബിൾ ആണ്. നമുക്ക് 1 ഇയർ വാറന്റി പ്ലസ് 1 ഇയർ റോഡ് അസിസ്റ്റന്റ് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിൽ നോക്കുമ്പോൾ ലെതറിന്റെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. പ്രൈസ് അങ്ങനെ വരുന്നത് 590 ആണ് നമ്മൾ ആസ്കിങ്. നിങ്ങൾ ആസ്കിങ് നമ്മളെ പ്രൈസ് അങ്ങോട്ട് നേരെ വരിക, ഇരിക്കുക, സംസാരിക്കാൻ പോവാ. മാക്സിമം കുറച്ച് വാങ്ങാം അല്ലേ? ഈ പ്രാവശ്യം നമുക്ക് സ്പെഷ്യൽ ഓഫർ എന്താ വരുന്നത്? ഈ മാസം നമ്മൾ എല്ലാ വർഷവും ഓരോ ഓഫറുകൾ കൊടുക്കാറുണ്ട്. ഈ മാസം നമ്മൾ ഏത് വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിനും 5,000 രൂപന്റെ വെർത്ത് എന്ന് പറഞ്ഞ കമ്പനിന്റെ പോളിഷിംഗ് കൊടുക്കുന്നുണ്ടല്ലേ? എന്തായാലും 5,000 രൂപ ബെനിഫിറ്റ് ഉള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും. എത്ര ലോൺ കയറും? ഇത് നമുക്കൊരു 1 lakh IP ഇറക്കി കൊടുക്കും. 1 lakh ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കും. ട്രാക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ 1 lakh ഇറക്കി കൊടുക്കും. സിവിൽ ട്രാക്ക് നമ്മളിവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത് എത്ര? 750 ആണോ? അല്ല, നമുക്ക് ട്രാക്ക് സ്കോർ അല്ല നോക്കുന്നത്, കസ്റ്റമർ ട്രാക്ക് ആണ് നോക്കുന്നത്. സ്കോർ ഓൾമോസ്റ്റ് എല്ലാവർക്കും പഴയ ട്രാക്കൊക്കെ തെറ്റി ക്ലിയർ ചെയ്താലും സ്കോർ ഉണ്ടാവും. ട്രാക്ക് ബേസ് ആയിട്ടാണ് ഇപ്പോഴത്തെ ഒരു ഫിനാൻസിന്റെ നിലവിലുള്ള. ഇവിടെയല്ല, എല്ലാ സ്ഥലത്തും. അപ്പൊ എന്തായാലും ഇപ്പൊ നെക്സ്റ്റ് സാൻഡ്രോയിലേക്ക് പോവാം. ഉണ്ടായിരുന്ന സാൻഡ്രോ നമ്മളെ പുതിയ മോഡൽ അല്ലെ? 2019 മോഡലാണ്. സ്പോർട്സ് ആണ് വണ്ടി വരുന്നത്. ഈ സ്പോർട്സ് വരുന്നതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഓർഡർ പവറിന്റെ മിറർ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, ക്യാമറ കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. റെഡ് കളർ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1.1 4 സിലിണ്ടറിൽ വരുന്ന ഒരു വണ്ടിയാണ്. 1.1 4 സിലിണ്ടറിൽ വരുന്ന അത്യാവശ്യം പവർ എന്തായാലും പവർ നമ്മുടെ 1000 cc എടുക്കുന്നതിനെക്കാട്ടും പവറും കൂടുതലും സിലിണ്ടർ 4 വരുന്നുണ്ട്. അത്യാവശ്യം മൈലേജ് ഒരു 16-17 റേഞ്ചിൽ എക്സ്പെക്ട്
സെറ്റ് ചെയ്യാനും പറ്റും. അത്യാവശ്യം ഒരു നല്ലൊരു വണ്ടിയാണ്. നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ പോരാത്തിന് അത്യാവശ്യം ടയർ വരുന്നുണ്ട്. ഇന്ത്യയിൽ നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റീപ്ലേസ് ഡിക്കി മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വാറന്റി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 1 ഇയർ റോഡ് അസിസ്റ്റന്റ് വാറന്റി 1 ഇയർ റോഡ് അസിസ്റ്റന്റ് വരും. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4.15 2019 കിലോമീറ്റർ എത്ര വരുന്നത്? 50,000 കിലോമീറ്റർ സെക്കൻഡ് ആർസി വണ്ടി. സെക്കൻഡ് ആർസി വണ്ടി. ഓക്കെ, നമുക്ക് ഒരു 50,000 രൂപ വണ്ടി. ഓക്കെ, ഇത് നമ്മളെ പ്രൈസ് പറഞ്ഞത് കുറയില്ലേ? പ്രൈസ് നമ്മൾ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു സംസാരം ഉണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് ഉണ്ടായിട്ട് ക്രെറ്റ ആണ് വരുന്നത്. ക്രെറ്റ 2016 മോഡൽ എക്സസ് ആണ് വരുന്നത്. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ എഞ്ചിന് ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് വൈസ് പറയുകയാണെങ്കിൽ ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴത്തായിട്ട് വരും. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ. അതിൽ ഫുൾ ഓപ്ഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൺറൂഫ് മാത്രം ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ ഓപ്ഷനും കാര്യങ്ങളും ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ 16 മോഡലിനെ അപേക്ഷിച്ച് 1.6 വണ്ടി എഞ്ചിൻ ഓടിയത് 45,000 കിലോമീറ്റർ ഓടി. 1.6 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് ഏതാ പറഞ്ഞത്? സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൈലബിൾ ഉള്ള വണ്ടിയാണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? 895 ആണ് നമ്മൾ ആസ്കിങ് വരുന്നത്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് റേറ്റിന് നോക്കിയിട്ട് കൊടുക്കും. 895 ചോദിക്കുന്ന പ്രൈസ്. കിലോമീറ്റർ കുറവാണ്. സിംഗിൾ ഓണർഷിപ്പ്. 45,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. എത്ര ലോൺ കയറും? ഇത് നമുക്ക് ഒരു 2 lakh ആയിട്ട് ഇറക്കും. 2 lakh ഉണ്ടെങ്കിൽ വണ്ടി ആയിട്ട് ഇറക്കാം അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാ കാണിക്കാനുള്ളത്? ഒരു വെറൈറ്റി സാധനം കാണിച്ചത്. യൂസ്ഡ് കാർ മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് വരുന്ന സാധനമായി. യൂസ്ഡ് മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് വരുന്ന സാധനം. എനിക്ക് തോന്നുന്നു നിങ്ങളെ വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതേപോലെ നമ്മളെ സിട്രോൺ. ഇത് പുതിയ മാർക്കറ്റിലേക്ക് 2021 മോഡലോ? 22 മോഡൽ ഇറങ്ങിയത് 1 ഇയർ ആയിട്ടുള്ളൂ. നമ്മുടെ ഇന്ത്യ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഫ്രഞ്ച് കമ്പനീന്റെ ഇൻട്രൊഡ്യൂസിംഗ് ആണ് വരുന്നത്. ഈ 2022 മോഡല് ഫീൽ എന്ന് പറഞ്ഞ പേരിനാണ്. വണ്ടി ഓൾമോസ്റ്റ് നമ്മൾ സ്വിഫ്റ്റ് VX ഒക്കെ എടുക്കുന്ന സെയിം ഫീച്ചേഴ്സ് ഉണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾ, AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എയർ ബാഗ് കാര്യങ്ങൾ. ഇത് ഓൺ ഷോറൂം വില പുതിയത് 8,75,000 രൂപ. 8,75,000 രൂപയ്ക്ക്. ഇത് 2021 മോഡൽ. 2022 ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ സിംഗിൾ ആർസി വണ്ടി. 40,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഇത് കറക്റ്റ് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കാരണം ഒരു പുതിയ കമ്പനി ആകുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങളുണ്ടാവും. ഇതിന്റെ വേറൊരു വണ്ടി കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ടീം ടെക് എന്ന് പറഞ്ഞ അതിൽ വീഡിയോ കാണിച്ചാൽ വ്യത്യാസം സോൾഡ് ആയി. ഇതിന്റെ വേറെ കളർ പറഞ്ഞാൽ ഒരു ഇത് വൈറ്റ് ആണ്, മറ്റേ ഓറഞ്ച് കളറിലേക്ക് വരും. അത് സെയിം ഇയർ തന്നെ. ഒരു 15-16 റേഞ്ചിൽ മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 15-16 മൈലേജ് എന്തായാലും. പിന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്കൊരു 6 വർഷം അല്ലെങ്കിൽ 7 വർഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോൺ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ആസ്കിംഗ് പ്രൈസ് അതിന്റെ 6,25,000 ആണ്. നെഗോഷ്യബിൾ ആണ്. പുതിയ 8,75 വരാം. 8,75 പുതിയ വില ഉണ്ട്. ഇത് 6,25 നമ്മൾ ചെയ്ത് കൊടുക്കാം. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. എത്ര ലോൺ കയറും? ഇത് നമുക്ക് ഏകദേശം ഒരു 1 lakhന്റെ റേഞ്ചിൽ 1 lakh റേഞ്ച് കൊടുക്കാം. അത് അത്യാവശ്യം അത്യാവശ്യം ട്രാക്ക് ഉള്ള ഒരാളാണെങ്കിൽ 6 വർഷം വരെ നമുക്ക് ഇത് കൊടുക്കാം. 7 വർഷം വരെ കൊടുക്കാം. അപ്പൊ മാസം ചെറിയൊരു എമൗണ്ടിൽ വണ്ടി ചെറിയ എമൗണ്ട് EMI എടുത്തു കൊടുക്കാൻ പറ്റും. 5,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം അല്ലേ? 5,000 മതിയാവൂലേ? 5,000 അല്ല, ഒരു നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞത് 80% ആണ് കിട്ടുക. 1 lakh IP അടക്കേണ്ടി വരും. EMI ഇപ്പോൾ പറഞ്ഞാൽ 5 രൂപ 6 രൂപ റേഞ്ചിലൊക്കെ EMI വരുള്ളൂ. അത് ഒന്ന് ചെറിയ ക്രൈറ്റീരിയ ഉണ്ട്. IT അടയ്ക്കുന്ന ആളുകൾ വേണം, അല്ലെങ്കിൽ സാലറി 30,000 മുകളിലുള്ള സാലറി ഇതുള്ള ആൾക്കാരാണ്. അവർക്ക് മാത്രമേ 7 വർഷത്തേക്ക് എലിജിബിലിറ്റി ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കാനുള്ളതാണ്. ഉള്ളോടനെ പോവാ. ഇനി ഫ്രണ്ടേജ് കഴിഞ്ഞ് ഇനി ബാക്കിലേക്കാണോ? ബാക്കിലേക്ക് ഉണ്ട്, സൈഡിലുണ്ട്. സൈഡിൽ ഇപ്പോൾ ഏതാ കാണിക്കാനുള്ളത്? സൈഡിൽ നമുക്ക് ടെറാന കാണിക്കാം. ടെറാനോ ഉണ്ട്. ഏതാ മോഡൽ വരുന്നത്? 17 മോഡൽ SVD, അതായത് 2017 മോഡൽ ഓട്ടോമാറ്റിക് അല്ലേ? ഫുൾ ലോഡ് വണ്ടി കേട്ടോ. ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ലോഡ് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ലോഡ് വണ്ടിയാണ്. 2017 അല്ലേ? 17 ബോഡി ഞാൻ അടിച്ചു പൊടിക്കണം. അത്ര വെയിറ്റിൽ പൊടിച്ചിട്ടല്ലേ? വേറെ ലെവൽ സാധനമാണ് നിസാന്റെ. എന്തുകൊണ്ട് ബ്രാൻഡ് ഇപ്പൊ നിർത്തലാക്കിയെന്നുള്ളൂ. വണ്ടി വേറെ ലെവൽ സാധനം. വേറെ ലെവലിൽ ഓട്ടോമാറ്റിക് 8,000 കിലോമീറ്ററിൽ ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 8,75,000 ആണ്. നിങ്ങൾ ഈ ചോദ്യം ഒഴിവാക്കി നമ്മളെ പ്രൈസ് ഇത് ഡീസൽ ഓട്ടോമാറ്റിക്. ഇതിപ്പോ ടാബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ജ്യൂസ് ഒക്കെ ഉണ്ടാവും. എല്ലാം കൊടുക്കും. എല്ലാം കൊടുത്തിട്ട് നമ്മൾ സംസാരിക്കും. ആദ്യം ആളെ ഒന്ന് മയക്കിന്റെ സംസാരിക്കുള്ളൂ. തന്ത്രങ്ങളാണല്ലോ. ഒന്ന് ഡിമാൻഡ് കൂടാനുള്ള സാധനം. ഡീസലിൽ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വളരെ റയർ ആണ്. ഏകദേശം ഇറങ്ങുന്ന സമയത്ത് ഈ വണ്ടിക്ക് 13 ലക്ഷത്തിന് മുകളിൽ വില ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന 8,75. മൈലേജ് ഒരു 17 റേഞ്ച്, 1 റേഞ്ച് ലോങ് ഡ്രൈവ് എന്തായാലും ലോങ് ഡ്രൈവ് കിട്ടും. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഓക്കെ, ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് വരുന്നത്. അപ്പോൾ പ്രൈസ് എത്ര വരെ? ഇനീഷ്യൽ പേയ്മെന്റ് എത്ര വേണ്ടി വരും? ഇത് നമുക്ക് 2 lakh 3 lakh ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കുന്നതാണ് നല്ലത്. അങ്ങനെ പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, നല്ല പ്രൊഫൈൽ റെസ്റ്റോറന്റ് മാക്സിമം ലോൺ ചെയ്യുക. പക്ഷേ അതൊക്കെ ആവുമ്പോൾ എന്താ പറഞ്ഞാൽ ഒരു മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടും. ഓക്കെ, മാക്സിമം ഇൻട്രസ്റ്റ് കുറഞ്ഞു കിട്ടും. നോർമൽ റേഞ്ചിലേക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു കിഡ് ഉണ്ട്. കിഡില് 2022 മോഡൽ കേട്ടോ.
2022 മോഡൽ 22 മോഡൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2022 ഓട്ടോമാറ്റിക് കിഡ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി RXT ആണ് വരുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സീറ്റ് കവർ, ക്യാമറ, ഫോർഡോർ പവർ വിൻഡോ, ഇലക്ട്രിക് മിറർ വരെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇലക്ട്രിക് മിറർ വരെ വരുന്നുണ്ട്. 13,000 കിലോമീറ്റർ ആണ് ഓടിയത്. 13,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് AMT മോഡ്. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, നല്ല വണ്ടി ജെന്യൂൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊടുക്കാൻ പറ്റും. പുതിയ സാധനത്തിന് 7 ലക്ഷത്തിന്റെ മുകളിൽ വില ഉണ്ട്. 752 നമ്മൾ ആസ്കിംഗ് വില 540. A52 ഇതിന്റെ പുതിയ വില വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 9 മാസമാണ് രജിസ്ട്രേഷൻ വന്ന് 1 ഇയർ ആയിട്ടുള്ളൂ ജസ്റ്റ്. ഇപ്പോൾ എന്തായാലും അടുത്ത കൊല്ലം 24 9 മാസം വരെ കമ്പനി വാറന്റി എന്തായാലും ഉണ്ടാവും. കമ്പനി വാറന്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇല്ലേ ആഡ് ഓൺ ആവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ റോഡ് അസിസ്റ്റന്റ് ഇതൊക്കെ വരും. നിങ്ങളെ ഇനിയിപ്പോ കമ്പനി വാറന്റി കൊടുക്കുമ്പോൾ നിങ്ങളെ വാറന്റി ആവശ്യം കൊടുക്കാം. വാറന്റി ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഏതാ കാണിക്കാം? ഒരു ബലേന കാണിച്ചാ. ബലേന എവിടെ? ബലേന 2015 മോഡൽ. 2015 മോഡൽ സീറ്റ് ആണ് വേരിയന്റ് വരുന്നത്. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. കണ്ണൂർ രജിസ്ട്രേഷൻ അല്ലേ? ഇതിൽ ഫുൾ ഓപ്ഷൻ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആൽഫയിലേക്ക് വരുമ്പോൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ക്യാമറ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവർ ഉണ്ടാവില്ല, അത്രേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടി ഓടിയത് 75,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. 2015 മോഡൽ 75,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട് കേട്ടോ. ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്കുള്ള കുറ്റി കാര്യങ്ങളൊന്നുമില്ല. 1 ഇയർ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഒന്നുമില്ല. ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 575 ആണ്. 575. ഒരു 5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ഒരു 75,000 രൂപ വണ്ടി കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഏതാണ് നമുക്ക്? അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു ടെസ്റ്റർ ആണ്, ഡീസൽ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ RXC ആണ്. ബേസ് മോഡലാണ്. 2015 മോഡൽ ഡീസൽ RXC ആണ്. ബേസ് മോഡൽ 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ആണ്. പുതിയ ടയർ കാര്യങ്ങളൊക്കെ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പിൽ 45,000 കിലോമീറ്റർ. ഒരു 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 45,000 കിലോമീറ്റർ. വണ്ടി ഓട്ടം വളരെ കുറവല്ലേ? ഡീസൽ വണ്ടി ആകുമ്പോൾ എന്തായാലും ഓട്ടം കാണിക്കണം. പക്ഷെ അത് ഓൾമോസ്റ്റ് കറക്റ്റ് മേജർ ആയിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്ത കസ്റ്റമറാണ്. സിംഗിൾ ഓണർഷിപ്പ്. കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയുടെ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്വാളിറ്റിന്റെ പേരും പറഞ്ഞ പ്രൈസ് കൂട്ടാൻ നിൽക്കുക. പ്രൈസ് ഡീസൽ വണ്ടികൾക്ക് കിട്ടാനില്ലാത്തൊരു ഇതുണ്ട്. നമ്മൾ ചോദിക്കുന്ന 6 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 2015 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 1 ഇയർ വാറന്റിയും കൊടുക്കാം. 1 ഇയർ വാറന്റി, റോഡ് അസിസ്റ്റന്റ് എല്ലാം കൊടുക്കാം. ഓക്കെ, എത്ര ലോൺ കയറും? ഈ ഡസ്റ്റർ ഒക്കെ ആകുമ്പോൾ നമുക്കൊരു 75% ആണ് മാക്സിമം ലോൺ കിട്ടുള്ളൂ. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാം. ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ ഒരു i20 വരുന്നുണ്ട്. i20 ഡീസലോ പെട്രോളോ? പെട്രോൾ 2023 വണ്ടി കേട്ടോ. 2023 കവർ വരെ കഴിച്ചിട്ടില്ല മക്കളെ. 1000 കിലോമീറ്റർ ഓടി വണ്ടി. വെറും 6000. വെറും 6000 കിലോമീറ്റർ ഓടിച്ച പെട്രോൾ i20 2023 മാർച്ചിലാണ് ഡെലിവറി എടുത്തത്. 6ാമത്തെ മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 6000 കിലോമീറ്റർ മാഗ്നയാണ് വേരിയന്റ് വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓൺ ദ ഷോറൂം വില 9,55,000 രൂപ. ഓൺ ദ റോഡ് പ്രൈസ് 9,50,000. വെറും 6000 കിലോമീറ്റർ ഓടിച്ച 2023 i20. നിങ്ങളൊരു i20 എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ അങ്ങോട്ട് വന്നാൽ മതി. 2 ലക്ഷം രൂപയുടെ റിപ്ലേസേഷൻ ഉണ്ടാവും. നമ്മൾ ചോദിക്കുന്ന ഫൈനൽ വില ആയിട്ട് പറയുന്നത് 7,80,000 രൂപ കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. 980 റേറ്റ് വരുന്നത്. നമുക്ക് ഓൺ റോഡ് 980 വരുന്നത്. അത് 6000 കിലോമീറ്റർ ഓടിച്ചതുകൊണ്ട് 2 ലക്ഷം രൂപ അവിടെ കുറച്ചിട്ട് 7,80,000 കൊടുക്കാം. കമ്പനി വാറന്റി അടക്കും. വിത്ത് കമ്പനി വാറന്റി എത്ര വർഷം? 2 കൊല്ലത്തേക്ക് നമുക്ക് കൺഫേം ആയിട്ട് പറയാം. 25 വരെ. ബാക്കി ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ റോഡ് അസിസ്റ്റന്റ് ഇതിലേക്ക് കയറും. നമ്മൾ റോഡ് അസിസ്റ്റന്റ് കൊടുക്കാം. ഇത് കമ്പനി വാറന്റി തന്നെ കൊടുക്കും. കമ്പനി വാറന്റി തന്നെ ഫുള്ള് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു i20 എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ കവർ വരെ കഴിച്ചിട്ടില്ല മക്കളെ. കവർ വരെ കഴിച്ചിട്ടില്ല. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് 2 ലക്ഷം രൂപ മാർക്കറ്റ് വിലനെക്കാട്ടി 2 ലക്ഷം രൂപ കുറച്ചിട്ട് നമുക്ക് കൊടുക്കുക. പിന്നെ എത്ര വരെ എമൗണ്ട്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 7 വർഷം വരെ ചെയ്യാം. മാക്സിമം ലോണും കൊടുക്കാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ. അല്ലാത്ത കസ്റ്റമറൊക്കെ ആണെങ്കിൽ ഒരു 1 ലക്ഷം 1.5 ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാൻ പറ്റും. ട്രാക്ക് കൂടി നോക്കണേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാൻ വന്ന ഒരു വാഗണർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2016 മോഡല്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ പറയാ പറ്റുമോ? എന്താണ്? VXI ഓപ്ഷണലാണ് വണ്ടി. ഒന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പിൽ മാരുതി 2 എയർ ബാഗും ABS കൂടി ഈ ഒരു മോഡലിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സേഫ്റ്റിന്റെ കാര്യത്തിൽ വരാണെങ്കിൽ ഡ്രൈവർ സൈഡും പാസഞ്ചർ സൈഡും എയർ ബാഗും വരും. പിന്നെ ABS-ഉം വരുന്നുണ്ട്. ഓക്കെ, 2016 മോഡൽ 68,000 കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. MT വരുന്നുണ്ട്. MT ഗിയർ ബോക്സ് ആണ് വരുന്നത്. MT എന്തായാലും ബാക്കോട്ട് പോകും.
ബാക്കോട്ട് പോകും, പക്ഷേ മൈലേജ് കുറച്ചുകൂടി കൂടുതലുണ്ടാവും. മറ്റേ 80 ഗിയർ ബോക്സ് ആണ് വരുന്നത്. ലേഡീസിന് അത്യാവശ്യം സേഫ്റ്റി സേഫ്റ്റി കിട്ടും. പക്ഷേ ഈ ഒരു സാധനം കാരണാൽ വലിങ്ങൊന്നും ബാക്കോട്ട് പോലെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. 80 പറഞ്ഞാൽ കറക്റ്റ് ലോക്കാണ് പറയുന്നത് അതേമാതിരി തന്നെയാണല്ലോ. ഇത് പ്രൈസ് എങ്ങനെ വരുന്നത്? 450 കൊടുക്കാം. 450 16 മോഡൽ വെറും VXI അല്ല, VXI ഓപ്ഷനിലാണ് വണ്ടി വരുന്നത്. എയർ ബാഗ് അതുകൊണ്ട് ചെറിയ പ്രൈസിൽ എന്തായാലും നമ്മൾ സാധാ ഓപ്ഷനെ കാട്ടിയും പ്രൈസ് എന്തായാലും മാറ്റം വരുമ്പോൾ തന്നെ ഒരു വണ്ടിക്ക് ഏകദേശം 50,000 നമ്മൾ ഡിപ്രീസിയേഷൻ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ പൈസ ഒന്നും ചോദിക്കുന്നില്ല. നോർമലി 16 വണ്ടി വാഗണർ VXI ഒക്കെ 4,430 മാർക്കറ്റിൽ ചോദിച്ച് വിൽക്കുന്നുണ്ട്. നമ്മൾ 450 ആണ് ചോദിക്കുന്നത്. വാറണ്ടി കൊടുക്കാം, പ്ലസ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ നവംബറിലാണ് വണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് 2 ഇയർ കൊടുക്കാൻ പറ്റും. 2 ഇയർ വാറണ്ടി എന്തായാലും കൊടുക്കാം. ചെക്ക് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാണിക്കാൻ ഏതാണ്ടോ നമ്മളെ ലാസ്റ്റത്തെ വണ്ടി അമേസിംഗ്. ഇതിൽ പ്രത്യേകത ഉണ്ട്, ഇത് CVT ഗിയർ ബോക്സ് ആണ്. AMT വണ്ടി കേട്ടോ. AMT വണ്ടിയാണ്. AMT വണ്ടി 2018 മോഡല്, ബേസ് മോഡലാണ്. SMT ആണ് വരുന്നത്. പക്ഷേ ഇതിൽ അലോവീൽസ് കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അലോവീൽസ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഫുൾ ടയർ തന്നെ വരുന്നുണ്ട്. ഫുൾ ടയർ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി. 70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൈലബിൾ ആണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഹോണ്ടനൊക്കെ സംബന്ധിച്ചാൽ അവർ എടുക്കുന്ന കസ്റ്റമർ ഇതിന്റെ സർവീസ് പ്രോപ്പറായിട്ട് ഹോണ്ട തന്നെ ചെയ്യുള്ളൂ. ഹോണ്ട അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ്. മെയിൻ്റെനൻസ് ചെയ്യുക പറഞ്ഞാൽ അതിന്റെ സർവീസും കാര്യങ്ങളും നേരെ ഹോണ്ടന്റെ ഷോറൂം തന്നെ ചെയ്യുള്ളൂ. അത്രയും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ കൊണ്ടുനടക്കാത്ത ആളുകൾ മാത്രമേ ഔട്ട്സൈഡ് ചെയ്യുള്ളൂ. അല്ലാതെ പ്രീമിയം കാറ്റഗറി വണ്ടിയിലൊക്കെ കറക്റ്റ് സർവീസ് ആയിരിക്കും. ഇതാണ് പ്രൈസ് വരുന്നത്. ഇത് നമ്മൾ ചോദിക്കുന്നത് 7,25,000. 7,25,000. പുതിയ ഏകദേശം 10,40 ഓൺ റോഡ് വില ഉണ്ട് ഇപ്പൊ ഇറങ്ങുന്ന CVTക്ക് ബേസ് മോഡലിന്. പക്ഷേ ഇത് അലോയിലൊക്കെ അഡീഷണൽ ആണ്. ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നത് 25,000 ചോദിക്കുന്നത്. ബസ് നമുക്ക് 2 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും, 1 ഇയർ ഓടേഷൻ കൊടുക്കാം. ഓക്കെ, എത്ര ലോൺ കയറും? ഇത് നമുക്കൊരു 2 lakh IP ഇറക്കി കൊടുക്കാം. ഓക്കെ, ഇനിയും ഒരുപാട് വണ്ടികൾ ഇവിടെ കാണിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മുടെ നമ്പറിൽ വാട്സാപ്പിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മാക്സിമം കോൾ വിളിക്കാം. നമ്മളത് കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് നമ്മൾ കോഴിക്കോട് വെസ്റ്റിൽ അത്താണിക്കാണ് വരുന്നത്. നിയറസ്റ്റ് ആയിട്ട് സ്കോഡന്റെ ഷോറൂം തൊട്ടടുത്ത്. ഇനി അതും അല്ലെങ്കിൽ BMW സർവീസ് സെന്റർ ഉണ്ട്, നേരെ ഓപ്പോസിറ്റ്. അതും അല്ലെങ്കിൽ കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസ് ചോദിക്കാം. 100 മീറ്ററോട് മുന്നോട്ട് നമ്മുടെ ഷോറൂം എത്തി. അപ്പൊ എന്തായാലും പ്രാവശ്യം ഓഫർ ഉണ്ട്. എല്ലാ പ്രാവശ്യം ഓരോ മാസം അടിപൊളി ഓഫർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 5,000 രൂപയുടെ വെർത്ത് എന്ന് പറഞ്ഞ കമ്പനിന്റെ പോളിസിയും ആണ് കൊടുക്കുന്നത്. കഴിഞ്ഞ മാസം ഗോൾഡ് പോകാനായിരുന്നു. ഇപ്പൊ അതിന് സെയിം എഫക്ട്, അതിന്റെ അതേ പ്രൈസ് ആണ് വരിക. പിന്നെ അതേപോലെ നമുക്ക് ഈ മാസം നമ്മളൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും വീഡിയോയിൽ, കോഴിക്കോട് സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ചോദിക്കാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ആ ഇവന്റ് നടത്തിയ ടൈമിനാണ് നിപ്പ വന്നത് കൊണ്ടാണ് നമ്മൾ ആ ഇവന്റ് പോസ്റ്റ്പോൺ ചെയ്തതാണ്. ഈ മാസം നമുക്ക് ഏകദേശം ഇവന്റ് നടന്നിട്ടില്ല. നമ്മൾ മാറ്റി ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല അറിയിൽ ഓടിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ ഗവൺമെന്റും മറ്റേ കോർപ്പറേഷനും ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിനെതിരായി നിൽക്കരുതല്ലോ. നാളെ കൂടുതൽ പരിപാടി നിർത്തുക പറഞ്ഞാൽ അതിന്റെ ബേസ് ആയിട്ട് മാറ്റി വെച്ചാണ്. അത് എന്നത്തേക്കാ മാറ്റി വെച്ചത്? ഈ ഒരു സെക്കൻഡ് വീക്ക് ഉണ്ടാവും. ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് അനൗൺസ് ചെയ്തത്. ഓക്കെ, എന്തായാലും നമ്മുടെ ചാനൽ കൂടെ 14, 15, 16 സെഗ്മെന്റിലേക്ക് ഡേറ്റ് കഴിഞ്ഞ അതേ ആ ഡേറ്റിലേക്ക് ഈ മാസത്തേക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ പോകണല്ലേ. ഒരു വ്യാഴം, വെള്ളി, ശനി, ഞായർ അങ്ങനെയുള്ള ലെവലിൽ പോകും. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ടതിലും കേട്ടതിലും പരിചയപ്പെട്ടതിനൊക്കെ ഒരുപാട് സന്തോഷം. ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ എന്തായാലും ആരും മിസ്സാക്കണ്ട. ഞാൻ പറഞ്ഞ മാതിരി തന്നെ i20 ഫസ്റ്റ് തന്നെ നോക്കിക്കോളി. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ വണ്ടികളും നോക്കാം. ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ വേഗം അങ്ങോട്ട് പോവാം. അപ്പൊ എന്തായാലും നമ്മൾ തൽക്കാലം ഒരു വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.